എല്ലാവരും പെട്ടെന്ന് തന്നെ ഈസിയാണ്. ഇന്ത്യയിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പുറത്തു പോയിട്ട് ആ അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഇല്ലാതായി മാറും. ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അത് പ്രൊവിഷണൽ ഡിഗ്രി അല്ല. ഹബീബി, കം ടു DXP പോഡ്കാസ്റ്റ് എക്സ്പ്രസ്. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് വരുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് മെഡ്ഗ്ലോബ് കൺസൾട്ടൻസിയുടെ ഫൗണ്ടർ മാനേജിംഗ് ഡയറക്ടറായ ടിബിൻ മാത്യു ആണ്. ടിബിൻ, നമസ്കാരം. നമസ്കാരം. എൻ്റെ എല്ലാ വീഡിയോ അടിയിലും വരുന്നൊരു കമൻറ്റ് അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്ന, അവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2025 ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ നാട്ടിലൊരു ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് അടുത്ത നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. കാര്യം എല്ലാവരും കോഴ്സൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യം, ഇവൻ ഫ്രഷർ ആയിക്കോട്ടെ, ന്യൂ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് പുറത്ത്. എക്സ്പെഷ്യലി ഇപ്പം യൂറോപ്പിലെ കുറച്ച് ഈ മൈഗ്രേഷൻ്റെ ഒക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ വാർത്തകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാവരും, എനിക്ക് ചോദിക്കുന്ന ആളുകളെല്ലാം ചോദിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സാധ്യത എങ്ങനെയാണ്, എക്സ്പെഷ്യലി UAE സാധ്യത, അതായത് അബുദാബി, ദുബായ്, ഇവിടത്തേക്ക് ഒരു സാധ്യത എങ്ങനെയാണ്, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ എക്സ്പെഷ്യലി നേഴ്സുമാർക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ? ആക്ച്വലി നേഴ്സുമാരുടെ സാധ്യത ഒരിക്കലും നിന്നു പോകുന്ന ഒരു സംഭവമല്ല. നേഴ്സുമാരെ എന്നും ആവശ്യമാണ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നേഴ്സുമാർക്കുള്ളതാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കോവിഡിന് ശേഷം നമ്മൾ മലയാളി നേഴ്സുമാർ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, നോർത്ത് ഇന്ത്യയിൽ നിന്നുമൊക്കെ ഒരുപാട് ഗ്രാജുവേറ്റ്സ് UAE-യിലേക്കും ഗൾഫിലേക്കും എല്ലാ മിഡിൽ ഈസ്റ്റ് മൊത്തം, അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്കും അവർ ജോലി തേടി പോകുന്നുണ്ട്. പണ്ട് നമ്മുടെ മാത്രം ആയിരുന്നു ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ ഇപ്പം മറ്റ് രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, അറബ് കൺട്രീസ്, ഫിലിപ്പീൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. കൂടാതെ ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ ഒരുപാട് നേഴ്സുമാർ ഈ മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ജോലി തേടി വരുന്നുണ്ട്. അപ്പോൾ സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യണം, അന്നെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അതായത് ഈ കോവിഡ് സമയത്ത് ഒരു വലിയ തോതിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം അതുവരെ ഇതിന്റെ സാധ്യത എല്ലാവർക്കും അത്രയധികം ഇല്ലായിരുന്നു. ഇപ്പൊ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. ജോലി ഇപ്പം എല്ലാ പ്രൊഫഷണലുകളും ജോലിയിൽ മത്സരം ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ജോലി കിട്ടുന്ന, അതായത് ഒരാൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന ഒരു ഫീൽഡായിട്ട് നേഴ്സിംഗ് മാറി. അതാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ. എന്ന് വെച്ച് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. ഇപ്പോൾ സൗദിയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ 1 വർഷത്തെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സൗദിയിലേക്ക് പോകാം. ഗ്രാജുവേഷനും രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് UAE-യിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എല്ലായിടത്തും വേക്കൻസികളുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു പണ്ടത്തെ ആ ഉള്ള ഒരു രീതി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻസ് ഉറപ്പായിട്ടും അതർ നാഷണാലിറ്റീസുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനെ കഴിഞ്ഞും വേക്കൻസി കുറയുമല്ല ചെയ്തേക്കുന്നത്. മറ്റുള്ളവർ കടന്നു കയറി ഇതിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടി അതർ രാജ്യത്ത് നിന്നുള്ളവർ. അതുപോലെ തന്നെ ഇപ്പം പണ്ട് തൊട്ടുള്ള ട്രെൻഡാണ്, എന്നാൽ പോലും ഇപ്പം എസ്പെഷ്യലി പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡായിരുന്നു. എനിക്കൊന്ന് കോവിഡിന് ശേഷമാണ് കൂടുതലും ഈ പുറം രാജ്യത്ത്, എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ പോയിട്ട് പഠിക്കുക എന്നുള്ളത്. കാര്യം അത് ഈ പോകുന്ന സ്റ്റുഡൻസിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പഠിത്തത്തിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുക, ഒരു PR, അവർ പോകുന്ന ഒരു ഏതൊരു കൺട്രിയാണോ ആ കൺട്രിയിൽ സെറ്റിൽഡ് ആവുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. അത് ആ സമയത്ത് എനിക്കൊന്ന് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള, എസ്പെഷ്യലി നേഴ്സിംഗ് പഠിച്ചിട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റുഡൻസ് വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ഒരു വർഷത്തെ ഈ ഒരു വർഷത്തെ ഒരു ഡേറ്റ എടുത്തു നോക്കിയപ്പം ഈ ഒരു വർഷം നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരു എണ്ണം കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന യൂറോപ്പുണ്ട്, അതുപോലെ തന്നെ ജോർജിയ, ഓസ്ട്രിയ, അതുപോലെയുള്ള ഈവൻ ജർമ്മനി, ഇങ്ങനെയുള്ള പല പല രാജ്യത്തും ഇവർ ഈ പോകുന്നുണ്ട്. അപ്പം ഈ പോകുന്നതിനിടയിൽ തന്നെ നമ്മൾ പറയാമല്ലോ, ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. ഒരുപാട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഈ റീസെൻ്റ്ലി നമ്മൾ കുറേ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി? ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന് ഒരു +2 കഴിഞ്ഞിട്ടൊരു സ്റ്റുഡൻറ്റിന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി പഠിക്കണമെങ്കിൽ അവർ ഈ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ജെന്യൂനിറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന ഇവർ വിടുന്ന കൺസൾട്ടൻസിയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ പോകുന്ന ആ ഒരു വേക്ക് എങ്ങനെ പ്രോപ്പർ ആണെന്നും മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവർ ആ ഒരു രാജ്യത്ത് പോയിട്ട് പഠിച്ചിട്ട് ഇറങ്ങുന്ന അവർക്ക് ആ പഠിച്ചു കഴിയുമ്പം അവർക്ക് കിട്ടുന്ന അവരുടെ സർട്ടിഫിക്കേഷന് എത്രത്തോളം വാല്യൂ ഉണ്ട്, ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഏതൊക്കെ രാജ്യത്ത് നമുക്ക് പോകാൻ പറ്റും. ആക്ച്വലി നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ,
ലൈക്ക് യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ അവിടെയൊക്കെ നേഴ്സിംഗ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോകുന്നത് വിത്ത് സ്കോളർഷിപ്പോട് കൂടി പോകുന്ന ആളുകളുണ്ട്. അതിനുശേഷം അവിടെ തന്നെ അവർ രജിസ്റ്റർ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അവർക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അതെല്ലാവർക്കും സാധിക്കത്തില്ല. അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് അവർ കൂടുതലും അവിടെ പോകുന്നത് എപ്പോഴും നല്ലതാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈസിയാണ്. ഇന്ത്യയിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പുറത്ത് പോയിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ജോർജിയ ആണെങ്കിലും മറ്റേത് സ്ഥലമാണെങ്കിലും അവിടെ നമ്മൾ പഠിച്ചതിന് ശേഷം ആ മെഡിക്കൽ കൗൺസിൽ, അതായത് അവിടെ ഒരു മെഡിക്കൽ കൗൺസിൽ ഉണ്ടാവും, ഒരു ഹെൽത്ത് അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിയിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കൂ. ആ അതോറിറ്റിയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലാതായി മാറും. എന്തുകൊണ്ട്? ഒരു നേഴ്സിംഗ് എന്ന് പറയുന്നത് മറ്റുള്ള ഡിഗ്രി പോലെയല്ല. ഒരു എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ബോഡിയിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ നേഴ്സിംഗ് കൗൺസിൽ നാട്ടിൽ രജിസ്റ്റർ അതുപോലെ തന്നെ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ചൈനയിൽ പഠിക്കുന്ന ഡോക്ടർമാർ ചൈനയിൽ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റി, ഫോറിൻ ലാംഗ്വേജ് ആണ് അവർ പഠിക്കുന്നത്. അവരവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചൈനീസ് ലാംഗ്വേജിൽ അവർ എക്സാം പാസ്സാകണം അവിടുത്തെ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ഡോക്ടർ MBBSന് ശേഷം അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു എക്സാം എഴുതി പാസ്സായി ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുകയും ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയും എക്സ്പീരിയൻസ് നേടുകയും ചെയ്യുകയാണുള്ളത്. നേഴ്സിങ്ങിന് ഇന്ന് വരെ നമ്മുടെ അറിവിൽ അങ്ങനെയൊരു കോമ്പിറ്റൻസി ടെസ്റ്റ് ഇന്ത്യയിലില്ല. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഒരു രജിസ്ട്രേഷൻ നൽകുന്നില്ല. പകരം സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിനാണ് ഇതിൻ്റെ അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിൽ ഇപ്പം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ചെയ്യണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. ആ സിലബസ് ഈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലോ പറയുന്ന സിലബസ് കറക്റ്റാണോ എന്ന് നോക്കണം. അവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ ഇതുവരെ അങ്ങനെ വരാത്തതുകൊണ്ട് ഇവിടെ ഒരു പരീക്ഷ നടന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് നേഴ്സിംഗ് പഠനത്തിന് പോകുന്നത് നല്ലതാണ്. ഈ ജർമ്മനിയിൽ പോകുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അവർ അവിടെ തന്നെ ജർമ്മനിയിൽ തന്നെ രജിസ്ട്രേഷൻ കൊടുക്കും. എന്നിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുക. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വിത്തൗട്ട് മറ്റ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഇല്ലാതെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ ഒരു മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നമുക്ക് അവിടെ കിട്ടുന്നില്ലെങ്കിൽ, അതായത് അവിടുത്തെ ഒരു അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ ലൈസൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കിത് അത്രയധികം എന്താണ് ഇതിനെ അടുത്ത ഒരു 4 വർഷം കഴിഞ്ഞാണല്ലോ ഇവർ പുറത്തിറങ്ങുന്നത്. അന്നേരം ഇത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം പോകുന്നതിന് മുന്നേ നിങ്ങൾ അവിടെയുള്ളവരുമായിട്ട് സംസാരിക്കണം. ആ രാജ്യത്ത് ഇതിന് മുന്നേ പഠിച്ചവർ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ഈ നേഴ്സിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ ഇതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഏത് രാജ്യത്ത് നിങ്ങൾ പോയി പഠിച്ചാലും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇഷ്യൂ ചെയ്യുന്ന ട്രാൻസ്ക്രിപ്റ്റുകൾ, അതായത് തിയറി ക്ലാസ് എത്ര, പ്രാക്ടിക്കൽ ക്ലാസ് എത്ര, സബ്ജക്റ്റുകൾ എത്ര ചെയ്തിട്ടുള്ളതാണ് ട്രാൻസ്ക്രിപ്റ്റ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് അതോറിറ്റി രജിസ്ട്രേഷൻ, അവിടുത്തെ കൗൺസിലിൽ, അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആണെങ്കിൽ അവിടെ ഏതാണോ കൗൺസിലുള്ള അവിടുത്തെ രജിസ്ട്രേഷൻ, ഇത് 3 നിർബന്ധമായിരിക്കണം. അല്ലെങ്കിൽ നമ്മളിവിടെ പഠിച്ചത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ അത് മറ്റൊരു നഷ്ടത്തിലേക്ക് മാറിയേക്കാം. അത്രയും വർഷം അവർക്ക് നഷ്ടപ്പെട്ടേ, അത്രയും കാശും മുടക്കി പോയി പഠിച്ചിട്ട് അത് പ്രയോജനമില്ലാത്ത രീതിയിലായി പോകും. അതെ, നമ്മളത് ആദ്യം തന്നെ അത് ചിന്തിക്കണം. അവിടെ പോയിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യണം, അതൊരു മെയിൻ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കരുത്. നമുക്ക് വേണ്ടത് സ്റ്റഡിയാണ്. സ്റ്റഡി ആൻഡ് അതിന് ശേഷമാണ് ജോലി വരുന്നത്. അതിന് ആ ജോലിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ വേണം. അതെ. അല്ല, ശരിക്കും ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോകാനെ കൊണ്ട് നല്ല കോസ്റ്റാണ്, ലക്ഷങ്ങളാണ് അതിന് വരുന്നത്. അതിലും എത്രയും ബെറ്ററാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ചുകൊണ്ട് 3-4 കൊല്ലം പഠിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് പുറത്തോട്ട് പോകുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ +2 ശേഷം ഇന്ത്യയിൽ എത്രയോ സ്റ്റേറ്റുകളുണ്ട്, എല്ലായിടത്തും നേഴ്സിംഗ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം കേരളത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ആ മാക്സിമം കേരളത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഇന്ത്യയിലുള്ള ഇപ്പം ഏത് സ്റ്റേറ്റിൽ പോയി പഠിച്ചാലും സെയിം വാല്യൂ തന്നെയാണ്, ലൈക്ക് കേരളത്തിലെ പോലത്തെ, കേരളത്തിൽ നമ്മളൊരു BSc എടുക്കുന്ന അതേ വാല്യൂവും കാര്യങ്ങളെല്ലാം ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിൽ പോയാലും നമുക്ക് കിട്ടും?
ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിൽ പഠിച്ചാലും സെയിം വാല്യൂ ആണ്. പക്ഷേ പിന്നീട് എന്താണ് കേരളമൊക്കെ നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നമ്മൾ ഈ നേഴ്സിങ്ങിന് ഒക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഠിച്ചിറങ്ങി കഴിഞ്ഞാലും ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും ആ നേഴ്സിംഗ് കൗൺസിലിൽ നിന്നും ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ തുടങ്ങിയ പേപ്പറുകൾ വേണം. അതർ സ്റ്റേറ്റിൽ നമ്മളിപ്പോൾ കർണാടക ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കാൻ പോകുന്നത്. കർണാടകത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, അവിടെ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ നേരിട്ട് ഒരിക്കലും പറ്റുന്നില്ല. നമ്മളൊരു ഏജൻസിനെ ആണ് കോൺടാക്ട് ചെയ്യുന്നത്. ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന് 20,000 മുതൽ 25,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ചോദിച്ചാലും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടുകൾ. അതോടൊപ്പം തന്നെ ഈ കൗൺസിലിൽ നിന്നും ഈ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെ വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ നിങ്ങൾ ഏത് രാജ്യത്തിലേക്കാണോ പോകുന്നത് ആ രാജ്യത്തിലെ ഹെൽത്ത് അതോറിറ്റിയിൽ ഇമെയിൽ വഴിയോ ഡയറക്റ്റ് പോസ്റ്റ് വഴിയോ ഇത് ചെല്ലണം. എന്തെങ്കിൽ മാത്രമേ ഇതിന് അപ്രൂവൽ ഉള്ളൂ. നമുക്ക് അതിൻ്റെ കോപ്പി കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അതേസമയം കേരളത്തിൽ പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസിയാണ്. കേരള നേഴ്സിംഗ് കൗൺസിൽ ഇച്ചിരി ഡിലേ ഉണ്ട്, 25 മുതൽ 30 ദിവസം വരെ ഉണ്ട്. അതൊക്കെ മാറ്റണം. ഒരു 10 ദിവസങ്ങളിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് ഒരു കാൻഡിഡേറ്റിന് കൊടുക്കണം. ഉദ്യോഗാർത്ഥി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ നമുക്ക് ജോലി നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ നല്ലതാണ് തമിഴ്നാട്. വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് 3 മുതൽ 5 ദിവസം കൊണ്ട് അവർക്ക് നേഴ്സിംഗ് കൗൺസിൽ. പക്ഷെ ആ ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിലില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒന്ന് കേരളം വിട്ടാൽ പിന്നെ എസ്പെഷ്യലി കർണാടക, ബാംഗ്ലൂരാണ് പോകുന്നത്. ഈ തമിഴ്നാട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ തമിഴ്നാട് തമിഴ്നാട് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു നേഴ്സിംഗ് കൗൺസിലാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അതായത് 5 ദിവസം മാക്സിമം ഉള്ളൂ അവിടുന്ന് ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ കിട്ടാൻ. ഒരു നൂലാമാലയില്ല. 2000 ഇന്ത്യൻ റുപ്പീസ് എങ്ങാണ്ടാണ് അതിന് ഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് നല്ലതാണ്. നേഴ്സിംഗ് വൺ ഓഫ് ദ വണ്ടർഫുൾ പ്രൊഫഷൻ. നമുക്ക് ജോലി സാധ്യതകൾ എപ്പോഴും കൂടുതലുള്ളത് നേഴ്സിങ്ങിനാണ്. ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് നേഴ്സിങ്ങിന് തന്നെയാണ്. ഒരു ഡൗട്ടും ഇല്ല. അത് ഇനി ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഞാനൊരു നേഴ്സാണ്. ഞാനൊരു നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്. ഒരു ബി എസ് സി നേഴ്സ് ആയിക്കോട്ടെ. എനിക്കിപ്പം പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് നാട്ടിലല്ല, എനിക്ക് പുറത്ത് ഏതെങ്കിലും ഒരു പുറം രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യാനെ കൊണ്ടാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ആകുമ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ആണ് എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇനി അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ലൈക്ക് നാട്ടിൽ ജോലി ചെയ്യുന്നത് പോലല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റേഷനോ സർട്ടിഫിക്കേഷനോ എക്സാംസോ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ? ഇതിൽ ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും നേഴ്സിംഗ് ഉദ്യോഗാർത്ഥികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയുന്ന പല ഡോക്യുമെൻറ്റുകളും എന്താണെന്ന് പോലും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അത് പ്രൊവിഷണൽ ഡിഗ്രി അല്ല, ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യുക. അതിന് കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നും പറയുന്നുണ്ട്. രണ്ടാമത്തെയാണ് ഈ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലൊന്നാണ്. മൂന്നാമത്തെ പലർക്കും അറിയില്ല എന്താണെന്നുള്ളത്, അതാണ് ട്രാൻസ്ക്രിപ്റ്റ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മേടിക്കണം. അല്ലാതെ നിങ്ങൾ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വീണ്ടും അതിന് വേണ്ടി ഫീസ് മേടിക്കും. നാലാമത്തെ ഡോക്യുമെൻ്റാണ് എല്ലാ വർഷത്തെയും മാർക്ക് കാർഡുകൾ, മാർക്ക് ഷീറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ആസ് യൂഷ്വൽ പാസ്പോർട്ട്, ഫോട്ടോ, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റുകൾ, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ BLS ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതും ഏറ്റവും നല്ലതും. അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നമുക്ക് വേണമെങ്കിൽ ACLS എടുത്തു വെക്കാം, പാൾസ് എടുത്തു വെക്കാം, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, പീഡിയാട്രിക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, അങ്ങനെയുള്ള ഒരുപാട് സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഗ്രി, രജിസ്ട്രേഷൻ, ട്രാൻസ്ക്രിപ്റ്റ്, മാർക്സ് കാർഡ്. ഈ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് കോളേജ് ത്രൂ ആണോ അതോ നമ്മൾ ഡയറക്റ്റ് ഈ കൗൺസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പോയിട്ടാണോ എടുക്കേണ്ടത്? മോസ്റ്റ്ലി എല്ലാ കോളേജുകളും സപ്പോർട്ടായിട്ടാണ് അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രൊഫഷണൽ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യും. അതിന് അവർ നേരിട്ട് പോയിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം. രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ കാൻഡിഡേറ്റിനെ നേരിട്ട് പോകണം, അതായത് സ്റ്റുഡൻ്റ് തന്നെ നേരിട്ട് പോകണം. ബാക്കിയുള്ള എല്ലാ മാർക്ക് ഷീറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് ഇപ്പം പറയുവാണെങ്കിൽ മിക്ക കോളേജുകളും രജിസ്ട്രേഷൻ കൂടിയും അവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ GNM ആണെങ്കിലും BSc ആണ്. അതുപോലെ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc എടുക്കുവാണെങ്കിൽ ആ പോസ്റ്റ് BSc നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് രജിസ്റ്റർ ചെയ്യണം. ആ പോസ്റ്റ് BSc നമ്മൾ രജിസ്റ്റർ ചെയ്യണം. GNM അല്ല, പോസ്റ്റ് BSc. GNM ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന്റെ കൂടെ പോസ്റ്റ് BSc രജിസ്റ്റർ ചെയ്യണം. അതുകൂടാതെ ഇപ്പം ചിലർ MSc എടുക്കുന്നവരുണ്ട്. MSc നമുക്ക് സെയിം പോസ്റ്റ് BSc ചെയ്യുന്ന പോലെ തന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷനിൽ നേഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ 2 രജിസ്ട്രേഷൻ നമുക്ക് അത് ചില സ്ഥലങ്ങളിൽ ഒന്നിച്ചൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടും. ചില നേഴ്സിംഗ് കൗൺസിലിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് സെക്കൻഡ് ആയിട്ട് വരും. ഫസ്റ്റ് അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ, അത് ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, BSc ആണെങ്കിൽ BSc, അതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ. അതിന് കൂടാതെ നമുക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യണം.
ഓക്കെ. ഇപ്പം നമ്മളെന്തായാലും യു എയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം യൂറോപ്പ് വിട്ടേക്കുക. യൂറോപ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ആളുകളെല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അവയർനെസ് ഉണ്ട് യൂറോപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഒരു മിഡിൽ ഈസ്റ്റ്, ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഏത് കൺട്രി ആയിക്കോട്ടെ, ഈ മിഡിൽ ഈസ്റ്റിലോട്ട് വരാനൊക്കെ ഉണ്ട്. ഇപ്പം പഠിച്ചിറങ്ങുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ GNMO BSc ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവർക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം? അവർക്ക് എന്തൊക്കെ എക്സാമുകൾ വേണം? കാര്യം ഇത് ഓരോ രാജ്യത്തും ഇനിയിപ്പം അവരുടെ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം വേറെ സെപ്പറേറ്റ് എക്സാം ആണോ? അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് മെയിനായിട്ടും വേണ്ടത്? ഡോക്യുമെന്റുകൾ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ സെയിം ഡോക്യുമെന്റുകൾ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ പേപ്പർ. ഫ്രഷർ ആണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് എവിടെ പോകണം, എനിക്ക് പ്രിയപ്പെട്ടവർ എവിടെയുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെയുണ്ട്, എൻ്റെ സുഹൃത്ത് അവിടെ പോയി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുക, അതല്ല ചെയ്യേണ്ടത്. നമുക്ക് ഫോക്കസ് ചെയ്യാം. നമുക്ക് അബുദാബിക്കാണെങ്കിൽ അബുദാബി, ദുബൈ ആണെങ്കിൽ ദുബൈ, നമുക്ക് അതർ എമിറേറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, സൗദിയിലേക്കാണെങ്കിൽ അങ്ങനെ, ബഹ്റൈൻ, ഖത്തർ, നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനാവശ്യം നമുക്ക് അബുദാബിയിലേക്കാണ് വരേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്യണം, എക്സാമിന് പിയേഴ്സൺ VUയിൽ രജിസ്റ്റർ ചെയ്യണം, എക്സാം പാസ്സാവണം, നമുക്ക് ഇങ്ങോട്ട് ഈസി ആയിട്ട് വരാം. അതുപോലെ തന്നെയാണ് നമുക്ക് ദുബൈയിലാണെങ്കിൽ എക്സാം എഴുതാം, ഡാറ്റ ഫ്ലോ ചെയ്യാം, ദുബൈയിലേക്ക് വരാം. ഷാർജ ഭാഗത്തേക്ക് അതർ എമിറേറ്റ്സ്, നോർത്തേൺ എമിറേറ്റ്സിലും സെയിം തന്നെയാണ്. സൗദിയിലേക്കാണെങ്കിൽ നമ്മൾ ആദ്യം ഡാറ്റ ഫ്ലോ ചെയ്യണം, പിന്നെ അവിടെ ക്രെഡൻഷ്യലിംഗ് ചെയ്യണം, എലിജിബിലിറ്റി നമ്പർ എടുക്കണം, എക്സാം എഴുതണം, അവിടുത്തെ ലൈസൻസ് ഇഷ്യൂ ചെയ്യണം, എന്നിട്ട് സൗദിയിലേക്ക് പോകാം. അപ്പോൾ എവിടെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ്. നമുക്ക് എപ്പോഴും ഒരു എയിം ഉണ്ടായിരിക്കണം, എനിക്ക് ഇന്ന രാജ്യത്താണ്, പിന്നെ അതിനെക്കുറിച്ച് പഠിക്കണം, ഇന്ന രാജ്യത്ത് പോകാൻ എന്തൊക്കെ വേണം, അതിന് ഏറ്റവും നല്ലൊരു കൺസൾട്ടൻസിയെ ബന്ധപ്പെടുക, കൃത്യമായിട്ടാണോ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വളരെയധികം സ്മൂത്തായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ എല്ലാ പ്രോസസ്സും അവർ ചെയ്തു. ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ BSc കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റ്, അതായത് നാട്ടിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റുകളെല്ലാം ഞാൻ കളക്ട് ചെയ്തു. ദെൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ ഒരു പ്രോസസ്സ്. എത്ര സമയം എടുക്കും മിനിമം എനിക്ക് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഈവൻ എക്സാമും കഴിഞ്ഞ് ഈ പറയുന്ന, ഇപ്പോൾ സപ്പോസ് അബുദാബിക്ക് വരാനാണെങ്കിൽ UAEക്ക് എൻട്രി ആവാൻ എത്ര ഒരു മിനിമം ടൈം ഡ്യൂറേഷൻ എടുക്കും? അതിൻ്റെ അതുപോലെ ഇതിൻ്റെ ഒരു ആവറേജ് ഒരു കോസ്റ്റ്, മൊത്തത്തിലൊരു ആവറേജ് കോസ്റ്റ് എത്ര ആവും? കോസ്റ്റ് ഓരോ അതോറിറ്റീനെ അനുസരിച്ച് ഡോക്യുമെൻറ്റേഷനിലും എക്സാമിലും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ അബുദാബിയിലേക്കൊക്കെ വരാനാണെങ്കിൽ ഒരു നോർമലി ഒരു BSc നേഴ്സിന് ഒരു 47,000 ഡാറ്റ ഫ്ലോ ക്രെഡൻഷ്യലിംഗ് എക്സാം, പിന്നെ യൂണിവേഴ്സിറ്റികൾ, അതായത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ നേഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എവിടെയുണ്ടോ അവർ ചെറിയ പേയ്മെൻറ്റുകൾ. കേരളത്തിലൊക്കെ ആണെങ്കിൽ 2,000 രൂപ തീരും. കർണാടകത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ 20,000 രൂപ വരെയാവും എക്സ്ട്രാ. അതായത് യൂണിവേഴ്സിറ്റി ഫീസ് 8,200, കൗൺസിൽ ഫീസ് ഏകദേശം 6,500, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊരു കോസ്റ്റ് നമ്മൾ ആ ഡോക്യുമെൻറ്റിനനുസരിച്ച്, ഓരോരുത്തർ പഠിച്ച സ്ഥലം ആ ഡോക്യുമെൻറ്റേഷൻ അനുസരിച്ചിരിക്കും. നമുക്കൊരു സമയം പറയുകയാണെങ്കിൽ ഒരു 45 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഹോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് തിരിച്ച് വരാം. നമുക്ക് പരീക്ഷയ്ക്ക് എടുക്കാം, പരീക്ഷയ്ക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാം. അതായത് ഈ 45 ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞ് ഈവൻ എക്സാം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ആളുകൾ കമൻറ്റിൽ പറയുന്നുണ്ട് UAEയിൽ റഫറൽ മാത്രമേ കിട്ടത്തുള്ളൂ. ചിലർ വന്നിട്ട് ബേസിക്കലി ഈ വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ട് ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ചിലപ്പം ജോലി കിട്ടാത്ത ആളുകളായിരിക്കാം. പറയുന്നുണ്ട് റഫറലാണ് കൂടുതലും പോകുന്നത്, റഫറലിന് മാത്രമാണ് ചാൻസ് ഉള്ളൂ എന്നൊരു ടോക്ക് പൊതുവെ വരുന്നുണ്ട്. റഫറൽ ഒരു ഘടകമാണ്, എന്നാൽ പോലും ഈ പറഞ്ഞ റഫറൽ അല്ലാതെ ഇവിടെ വന്ന് വിസിറ്റിലൊക്കെ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ എടുത്ത് വരുന്ന ഒരാൾക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലല്ലേ? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ജോലി അന്വേഷിച്ചൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അവിടെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, അതിലേറ്റവും ബെസ്റ്റിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ഭാഗ്യം. റഫറൽ തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് വലിയ ജോലി വേണം എന്നുള്ളതല്ല, നമുക്ക് വേണ്ടത് ഒരു എൻട്രിയാണ്. ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ഇതിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരാൾ പോലും ജോലി ഇല്ലാതെ തിരിച്ചു പോയിട്ടില്ല. ഇനി പോയിട്ട് ചിലപ്പോൾ 2 മാസം 3 മാസം, ചിലപ്പോൾ 5 മാസം 6 മാസം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനെല്ലാം ശേഷം ഒരു 5,000 ദിർഹം സാലറിയിൽ ജോലി ചെയ്ത നേഴ്സ് ഇന്ന് 13,000 ദിർഹം സാലറിയിൽ ജോലി എത്തപ്പെട്ടു. 3 വർഷം 4 വർഷം 3 വർഷം പെട്ടെന്ന് ആരും നമുക്ക് ഗവൺമെന്റ് ജോലി വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ കിട്ടത്തില്ല. ചിലർക്ക് കിട്ടും, അത് അവരുടെ ഭാഗ്യം പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അല്ലാതെ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏതൊരു ജോലിക്കും സ്ട്രഗിൾസ് ഉണ്ട്, അത് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും. എന്ന് വെച്ച് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾക്കൊരു നല്ല ജോലി ഈ രാജ്യം കാത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ ഡാറ്റ ഫ്ലോ എന്താണെന്നും ഈ പറഞ്ഞ ഏതൊക്കെയാണെന്നുള്ള എക്സാമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അത് കണ്ടാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാം. എന്നാലും ഞാൻ ഇന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറ, ഈ ഡാറ്റ ഫ്ലോ എന്താണ്, അതുപോലെ തന്നെ ഈ ഓരോ എമിറേറ്റ്സിനും ഓരോ അതോറിറ്റീസ് ആണ്, എക്സാംസ് ആണ്, അത് എന്തൊക്കെയാണ്, ഈ പ്രോമെട്രിക് എക്സാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് ഓടിച്ചൊന്ന് പറയാം. ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ
പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ഗുഡ് സ്റ്റാൻഡിങ്, എക്സ്പീരിയൻസ്, ഇത് ജെനുവിനാണോ, ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോ ഇല്ലാതെ ഒരു ഗൾഫ് കൺട്രികളിലും ഇപ്പം കുവൈറ്റ് നീക്കി ബാക്കിയ ഒരു സ്ഥലത്തും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ജെനുവിനാണോ എന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ പഠിച്ച സ്ഥാപനം നിലവിലുണ്ടോ, നമ്മൾ ജോലി ചെയ്ത സ്ഥാപനം നിലവിലുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ദുബൈക്കാണെങ്കിലും ഷാർജയ്ക്കാണെങ്കിലും നമുക്ക് വേണ്ട എക്സാം പ്രൊമെട്രിക് എക്സാമാണ്, ഓൺലൈൻ എക്സാം. അതോടൊപ്പം തന്നെ അബുദാബിക്കാണെങ്കിൽ പിയേഴ്സൺ VUE എന്ന് പറഞ്ഞ പോർട്ടലിലാണ് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്നത്. സൗദിക്ക് പ്രൊമെട്രിക്കാണ്, ഖത്തർ പ്രൊമെട്രിക്കാണ്, ഒമാൻ പിയേഴ്സൺ VUE ആണ് നേഴ്സുമാർക്കുള്ളത്. അങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ പോകുന്നത്. അപ്പം ഡാറ്റ ഫ്ലോയും നിർബന്ധമാണ്, എക്സാം പാസ്സാവുന്നതും നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ വരുന്ന സമയത്ത് നമുക്ക് ഡിഗ്രിയാണ്, നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്, നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് അറ്റസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ നേഴ്സുമാരാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്? അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്യണോ? അത് ഏതൊക്കെ അതോറിറ്റിയിലാണ്, ഏതൊക്കെ എംബസിയിലാണ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ UAE നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ്, യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി. ആ അറ്റസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യയിലുള്ള UAE കൗൺസിലേറ്റ് അല്ലെങ്കിൽ UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ. അതിനുശേഷം ഇവിടെ MOFA എന്ന് പറയും, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഈ 2 അറ്റസ്റ്റേഷനും നിർബന്ധമാണ്. അതായത് നമ്മുടെ ഫൈനൽ ഡിഗ്രി മാത്രം നമുക്ക് കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം, വേറെ ഒരു ഡോക്യുമെന്റും അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അറ്റസ്റ്റേഷൻ്റെ ആവശ്യകത വരുന്നപ്പോൾ ഡാറ്റ ഫ്ലോയ്ക്കോ നിങ്ങളുടെ പരീക്ഷ എഴുതുന്നതിന് അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല. അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിസ അടിക്കാനായിട്ടും നിങ്ങളുടെ ലേബറിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും വേണ്ടിയാണ് അറ്റസ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അതായത് ഇനീഷ്യലി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളിത് എപ്പോഴും ചെയ്തു വെക്കുക. ഇപ്പം നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, ആ ജോലി കിട്ടിയ സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ അറ്റസ്റ്റഡ് ഡോക്യുമെന്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി അറ്റസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മിനിമം 12 വർക്കിംഗ് ഡേ ഒക്കെ എടുക്കും അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ. 10 മുതൽ 12 ദിവസം എടുക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഈ സ്പൗസിൻ്റെ ഇപ്പോൾ ലൈക്ക് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫ് ഉണ്ടായിരിക്കാം, അവരുടെ പാർട്ട്ണർ വന്ന് അവരുടെ വിസ, അതായത് ഒരു സ്പൗസ് വിസയെ വന്ന് ജോലി ചെയ്യാൻ നോക്കുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ അവർക്കും ഇത് മാൻഡേറ്ററി ആണോ ഈ പറഞ്ഞ അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേബർ കാർഡ് അടിക്കും. ലേബർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിലാണല്ലോ നേഴ്സുമാർ വരുന്നത്. അപ്പോൾ അതിന് ഇത് അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. നമ്മളിപ്പോൾ പഠിത്തം കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ജോലി കിട്ടുമെന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരുപാട് യൂറോപ്യൻ രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് ടഫാണ് ഈ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടാനെ കൊണ്ടും കാര്യങ്ങളൊക്കെ. ഈ മിഡിൽ ഈസ്റ്റുകളിൽ ഇപ്പം കുറച്ച് ഫേവറായിട്ട് നിൽക്കുന്നത്. എന്നാൽ പോലും ആൾ ഓവർ മൊത്തത്തിൽ നമ്മളൊരു വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷന് എന്താണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പോർട്ടലുകൾ വഴി പോയാലായിരിക്കും ഇവർക്ക് കൂടുതലും ജോലി കിട്ടാൻ സാധ്യത ഉള്ളത്? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു പോർട്ടലുണ്ട്, ജോബ് പോർട്ടൽ ഉണ്ടാവും, ആ കരിയർ പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെയുള്ളത് നല്ലത് ലിങ്ക്ഡിൻ, അതോടൊപ്പം തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ നല്ല ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഫോക്കസ് ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് വരും, ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് അതിലൊക്കെ വേക്കൻസികൾ വരും. ആ വേക്കൻസികളുടെ ജെനുവിനിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഏറ്റവും നല്ല മാർഗം. അതായത് വെബ് പോർട്ടൽസ് ഓൺലൈനാണ് എല്ലാവരും. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആരും ആപ്ലിക്കേഷൻസ് CV ഒന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ടിപ്പ് ചോദിക്കുകയാണ്. അതായത് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, അതുപോലെ തന്നെ ഇനി +2 കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിദ്യാർത്ഥി, അതോടൊപ്പം തന്നെ നേഴ്സിംഗ് ഇപ്പം ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ 3 രീതിയിലുള്ള ആളുകൾക്കും നാളെ ഫ്യൂച്ചറിൽ അവർക്കൊരു പുറം രാജ്യത്തോട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരെവിടെയാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നേഴ്സിംഗ് പഠനത്തിന് ശേഷം നിങ്ങൾ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് സ്വന്തം നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ നമ്മുടെ കുട്ടികൾ ഇന്ത്യയിൽ തന്നെ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് എടുത്തിട്ട് നമ്മൾ പുറം രാജ്യത്തേക്ക് വരുന്നു. ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഏത് രാജ്യത്ത് പോകണോ ആ രാജ്യത്തിൻ്റെ അതോറിറ്റിയുടെ നിയമങ്ങൾ എന്താണോ അത് ആദ്യം തന്നെ പഠിക്കണം. പിന്നെ എവിടെ ചെന്നാലും എനിക്കെല്ലാം അറിയാമെന്നുള്ള തോന്നൽ മാറ്റിവെച്ച് എനിക്ക് ഇനിയും പഠിക്കാനുണ്ടെന്നുള്ള തോന്നലിലേക്ക് എത്തുക. അത് ചിലപ്പോൾ നമ്മുടെ ജൂനിയർ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്, ചിലപ്പോൾ നമ്മുടെ സീനിയർ ആയിരിക്കും നമ്മളെ തിരുത്തുന്നത്. അതിന് ഈഗോടെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളൊരു തോന്നലുകൾ, ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. എനിക്കിനിയും നേടാൻ ഏറെയുണ്ട് എന്നുള്ള തോന്നലില്ലെങ്കിൽ നമ്മൾ എപ്പോഴും എവിടെയാണോ അവിടെ തന്നെ നിൽക്കും, സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നമുക്കുണ്ടോ അതെല്ലാം കൃത്യമായി നമ്മൾ സൂക്ഷിച്ചു വെക്കുക. എല്ലായ്പ്പോഴും
സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വീണ്ടും വീണ്ടും പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളെ സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും എല്ലാ ഇൻ്റർവ്യൂവും പോയി അറ്റൻഡ് ചെയ്യുക. കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ അവസരങ്ങൾ നിങ്ങൾ കളയരുത്. നമ്മളെല്ലാ ഇൻ്റർവ്യൂകളും നമ്മൾ അറ്റൻഡ് ചെയ്യുക, ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുക, ഒരുപാട് ഇതിൽ ഇൻവോൾവ് ആകുക, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളിലൊക്കെ ഇൻവോൾവ് ആകുക. ഉറപ്പായിട്ടും വിജയം നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും ടിബിൻ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ച ആളുകൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിക്കാണും ഈ ഒരു നിങ്ങളുടെ ഒരു പ്രൊഫഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും കുറഞ്ഞ സമയം വളരെ തിരക്കിനിടയിലും ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന ടിബിനോട് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല വിജയം ഉണ്ടാകട്ടെ. താങ്ക് യു.